ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ദാ നമ്മളിവിടെ തെച്ചൊക്കെ ഇതളാക്കി എടുക്കുകയാണ്. തുളസിയും ഒക്കെ ഇതളാക്കി നല്ല വൃത്തിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അവിടെ എല്ലാവരും വന്നിട്ടുണ്ടല്ലേ. അതെന്താ പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കരിങ്കുട്ടിയുടെ പൂജയാണ്. അപ്പോൾ പൂജയുടെ അന്നത്തെ വീഡിയോ ആണ് കേട്ടത്. അപ്പോൾ ചേച്ചി വന്നിട്ടുണ്ട് ഒരു വൈകിട്ടൊക്കെ ആയപ്പോൾ. എല്ലാവരും പൂജ തുടങ്ങണക്കാട്ട് മുന്നേ നമ്മളെല്ലാവരും അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് എല്ലാ വർഷത്തിലാണ് ഒരു പൂജ ചെയ്യുക. പിന്നെ ഞങ്ങൾ ഒരു വിളക്കത്തിക്കലുണ്ട് മാസത്തിൽ, അല്ലാണ്ട് വേറെ ഒന്നുമില്ല. അപ്പോൾ പൂജയ്ക്ക് എല്ലാവരും വരും. അപ്പോൾ അന്നത്തെ ദിവസത്തെ വീഡിയോ ആണിത്. ഇപ്പം നമ്മുടെ വീടിൻ്റെ മോൾ ഭാഗത്തായിട്ടാണ് കാര്യങ്ങളൊക്കെ ഉള്ളത്, തറയും കാര്യങ്ങളൊക്കെ ഉള്ളത് കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ മോനേട്ടൻ നമുക്ക് രാത്രിത്തെ ഫുഡ് എല്ലാവർക്കും അവിടെ നിന്നാണ് ഫുഡിനുള്ളതൊക്കെ മേടിച്ചിട്ട് വരുന്നുണ്ട്. അപ്പോൾ തൊഴാനുള്ള അവിടുത്തെ കളമൊക്കെ ശരിയാക്കലൊക്കെ കഴിഞ്ഞിട്ട് പൂജ തുടങ്ങാനുള്ള സമയമായപ്പോൾ എല്ലാവരോടും വന്നോളം പറഞ്ഞു. അപ്പോൾ അത് ഇരുട്ടായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും കയറി. മുകളിൽ നിന്നുള്ള വീഡിയോസും കാര്യങ്ങളൊന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. പിന്നെ ഞങ്ങൾ പൂജയൊക്കെ കഴിഞ്ഞ് തൊഴലൊക്കെ കഴിഞ്ഞ് കുറേക്കിട്ടത്ത് ഇറങ്ങി വരികയാണ്. അപ്പോൾ ഇതൊക്കെ അവിടെ നേദിക്കാൻ വെക്കുന്നതാണ്. അവലും മലരും ശർക്കരയും പിന്നെ തണ്ണീരമൃതം പറയുന്നൊരു സാധനമുണ്ട്, അത് ഉണ്ടാക്കാനൊക്കെ ഉണ്ട്, മധുരമുള്ളത് ഇല്ലാത്തതെന്നൊക്കെ. പിന്നെ പായസം ഉണ്ടാക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് അത് വേഗം കഴിച്ച്. സാധാരണ രാവിലെ പരിപാടി ഉണ്ടാവാറ്. ഇപ്പോൾ 2-3 കൊല്ലമായിട്ട് രാവിലെയാണ്. അപ്പോൾ പിന്നെ രാവിലെ എല്ലാവരും വേഗം വീട്ടിലേക്ക് പോയിട്ട് പിന്നെ ഉച്ചയ്ക്കത്തെ ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ അവിടുത്തെ വീട്ടിൽ നിന്ന് തന്നെയാണ്. പക്ഷേ ഇപ്രാവശ്യം നമ്മൾക്ക് രാത്രി ആയതുകൊണ്ട് രാത്രിത്തെ ഫുഡൊക്കെ ഇവിടെ നിന്നാണ് നമ്മൾ ഏട്ടന്മാരെല്ലാവരും കൂടിയിട്ട് അറേഞ്ച് ചെയ്തത് കേട്ടോ. അപ്പോൾ അത് ദീച്ചുവിന് കുറച്ച് പായസം കൊടുക്കുക. ശേഖര ചൂടുണ്ടായിരുന്നു തോന്നുന്നു, ഞാൻ ഊതിയിട്ടാണ് കൊടുത്തത്. പക്ഷേ അവൾക്ക് ചെറിയൊരു ചൂടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ അവിടെ കോഴീനെ ഇറക്കലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കോഴീനെ ഇറത്തിട്ട് അവിടെ നേദിക്കാൻ വെക്കും. അതാണ് ഇവിടെ ഏട്ടന്മാർ ശരിയാക്കിക്കൊണ്ടിരിക്കുന്ന നാടൻ കോഴി. ഓക്കെ. അപ്പോൾ ഇപ്പുറത്ത് നമ്മൾ വേറെ കോഴി മേടിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു നമുക്ക് കറി വയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ ശരിയാക്കുന്ന പരിപാടികളിലൊക്കെ ആയിരുന്നു. നമ്മൾ കുറച്ച് ഒരു ബിസി ആയിട്ടുള്ള ഒരു രാത്രി, ഒരു ഈവനിങ് ഒക്കെ ആയിരുന്നു അന്നത്തെ ദിവസം കേട്ടോ. പിന്നെ എല്ലാവരും ഉണ്ടാവും ചെയ്യും, ഇങ്ങനെയൊന്നും അധികം ഉണ്ടാവാറില്ല. എല്ലാവരും അടുത്തടുത്ത് തന്നെ ഇട്ട വീട്. പക്ഷേ ഇങ്ങനൊരു കൂടലൊക്കെ ഇടയ്ക്കില്ലേ. അപ്പോൾ അതിൻ്റെ ഇടയിൽ തേച്ചുകൊണ്ട് നമ്മൾ ഫുഡൊക്കെ എടുത്ത് ഇറക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ അപ്പഴത്തേനും കറിയൊക്കെ ആയി. അവിടെ ഏട്ടന്മാരൊക്കെ കഴിച്ചു, മക്കളൊക്കെ കഴിച്ചു, പിന്നെ നമ്മളൊക്കെ കഴിച്ചിട്ട് എല്ലാവരും രാത്രി ടാറ്റ ബൈ ബൈ പറഞ്ഞ് പോയി. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. ടാറ്റ.